ഇന്നിവിടെ കിട്ടിയേക്കുന്നത് ഈ കാണുന്ന ഒരു ബോട്ടിൻ്റെ സൗണ്ട് ബാറാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് നന്നാക്കാനായിട്ട് നന്നാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള സൗണ്ട് ബാർ, ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനൊക്കെ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് തന്നെ സ്വയമേ നന്നാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇതിൻ്റെ ഈ ഒരു പവർ ഓൺ സ്വിച്ച് ഇത് ഈ ഒരു ബോർഡിൽ നടന്നു പോയേക്കുവാണ്. സ്വിച്ചിൻ്റെ പുറമേ ഉള്ള ഈ ഒരു കവർ ഇതൊക്കെ പുറത്തേക്ക് കുത്തിപ്പൊളിച്ചെടുത്ത രീതിയിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് നേരത്തെ എവിടേക്കോ നന്നാക്കാൻ കൊടുത്തിട്ട് റെഡിയാകാൻ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ട് ബാർ, ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനൊക്കെ കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്വിച്ചുകൾ അടർന്നു പോകുക ബോർഡിൽ നിന്ന്. അതുപോലെ ബാറ്ററി കംപ്ലയിൻ്റ് ആകുന്നതൊക്കെ. ബാറ്ററി കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് നേരം ഓണാകും, സൗണ്ട് കൂട്ടുന്ന സമയത്തൊക്കെ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ആദ്യമേ തുടക്കത്തിലൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് തന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളിൽ നിന്നും സ്ക്രൂ പുറമെ നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. മിക്കതിൻ്റെയും സ്പീക്കറിൻ്റെ മുകളിലുള്ള കവർ ഇത് ഓപ്പൺ ആക്കിങ്ങിലാണ് സ്ക്രൂ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കവർ ക്ലിപ്പ് പോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് പതിയെ പൊക്കിയെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ മുകളിലുള്ള ഈ കവർ ഓപ്പൺ ആക്കിയപ്പം ഇതിൻ്റെ സ്ക്രൂ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അഴിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ട് ബാറൊക്കെ നമ്മൾ അഴിച്ചിട്ട് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇത് റീഫിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടല്ലെങ്കിൽ പിന്നീട് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ഇങ്ങനെയുള്ള കവറുകളൊക്കെ നമ്മൾ അഴിച്ചിട്ട് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ രീതിയാണ്. ഈ ഒരു വൈബ്രേറ്റർ പ്ലേറ്റിൽ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ബൂഫറിൻ്റെ ഡയഫറും അനങ്ങുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റാണ്, ഇത് റീഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് അടയ്ക്കുന്നത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എയർ ലീക്കായി കഴിയുമ്പം ഈ ഒരു പ്ലേറ്റിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്താലും ഈ ഒരു ഡയഫർ ഇങ്ങനെ അനങ്ങില്ല. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ബൂഫറിൻ്റെ ഡയഫറും കറക്റ്റായിട്ട് അനങ്ങിലാണ് നല്ല രീതിയിൽ ബാസും അതുപോലെ സൗണ്ട് ഔട്ട്പുട്ടും കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഈ ഒരു സൈഡിലെ സ്പീക്കർ ഇതിൻ്റെ ഒരു വൈബ്രേറ്റർ പ്ലേറ്റിൽ പ്രസ് ചെയ്താലും ഇതിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഡയഫറും അനങ്ങുന്നില്ല. അതിൻ്റെ കാരണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് കവർ അടർന്നു പോയതുകൊണ്ട് ഇതിലെ കംപ്രഷൻ ലീക്ക് ആകുന്നതുകൊണ്ടാണ് ഈ ഒരു ഡമ്മി പ്ലേറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ബൂഫർ അനങ്ങാത്തത്. അപ്പോൾ ഈ ഒരു ഹോളിന് പഴയ പോലെ അടച്ചെങ്കിലാണ് പഴയ പോലുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അഴിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അഴിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്തും വീഡിയോയിൽ കാണിച്ചത് പോലെയുള്ള ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലാണ് പഴയ പോലുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കാം. അതിനായിട്ട് ഞാനിപ്പം ഇത് അഴിച്ച് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കർ, സൗണ്ട് ബാർ ഇതിനൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന മറ്റൊരു കംപ്ലയിൻ്റാണ് ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സാധനത്തിൻ്റെയൊക്കെ ആണെങ്കിലും ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ പുതിയത് മേടിച്ചിടാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള സൗണ്ട് ബാർ, ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. ചിലതിലൊക്കെ 2 ബാറ്ററിയും ചിലതിലൊക്കെ 1 ബാറ്ററി ആയിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും ഇതുള്ള ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വയർ കണക്ടർ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വയർ കണക്ടറുകളായതുകൊണ്ട് നമുക്ക് വേഗം ഫിറ്റ് ചെയ്യാനും അതുപോലെ ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ സൗണ്ട് ബാർ, ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിൻ്റെയൊക്കെ ബാറ്ററി കംപ്ലയിൻ്റ് ആയാൽ ആദ്യമേ കാണിക്കുന്ന ലക്ഷണങ്ങൾ സൗണ്ട് കൂടുതൽ വെക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന പ്രശ്നം, ചിലത് ആ ഒരു പവർ ഓൺ ഇൻഡിക്കേറ്റർ കളിയും അപ്പോൾ തന്നെ ഓഫായി പോകുന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ് പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം 90% ഉറപ്പിക്കാം ബാറ്ററി കംപ്ലയിൻ്റ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി നമുക്ക് കടകളിലും അതുപോലെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ ഇതുള്ള BMS ബോർഡും കൂടെ ഉള്ള ബാറ്ററി മേടിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ബാറ്ററിയിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ കുറച്ച് വീർത്തിരിപ്പുണ്ടാവും. ഇങ്ങനെയുള്ള ബാറ്ററി പാക്കുകൾ നമുക്ക് BMS ഇല്ലാത്തതും കിട്ടും, BMS ഉള്ളതും കിട്ടും. BMS ഉള്ള ഉപയോഗിച്ചെങ്കിലാണ് ബാറ്ററിക്ക് ഒരുപാട് നാൾ ലൈഫ് കിട്ടുള്ളൂ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പഴയ ബാറ്ററി അഴിച്ചെടുക്കുക, നേരെ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി. ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ എടുത്ത് ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെയുള്ള ബാറ്ററി മേടിക്കാൻ കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററി പാക്കായിട്ട് മേടിക്കുമ്പോൾ വില കൂടുതലാവും. ഇനി അങ്ങനെ മേടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ ഒരു സെല്ല് തന്നെയായിട്ട് മേടിച്ച് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഒരു പുറമേ ഉള്ള ഒരു കവർ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള BMS ബോർഡിലേക്ക് പഴയ ബാറ്ററി മാറ്റിയിട്ട് പുതിയ ബാറ്ററി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതേപറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡ് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചിൻ്റെ പുറമേ ഉള്ള ഒരു കവർ ഇത് ഊരിയെടുത്ത രീതിയിലായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്വിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് സ്വിച്ച് ഇളയ സമയത്ത് ഇതിൽ ഫ്ലെക്സ് ക്യൂക്ക് എന്തോ ഉപയോഗിച്ച് ഒട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കിത് തന്നത്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് എന്തോ ഉപയോഗിച്ച് ഒട്ടിച്ച പാടാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈകളിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോർഡുകളിലൊന്നും ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിക്കാൻ പാടില്ല, ബോർഡ് ഡാമേജ് ആയി പോകും. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സെയിം ടൈപ്പ് സ്വിച്ച് തന്നെയാണ് ഇതുപോലുള്ള USB പ്ലെയറിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള സ്വിച്ചുകളും ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ഇനി അതല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയ ഇതുപോലുള്ള USB പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ സ്വിച്ച് നല്ലത് നോക്കി എടുത്താലും മതി. അപ്പോൾ ഈ ഒരു അടർന്നു പോയ ഒരു സ്വിച്ചിൻ്റെ അവിടെ ഫ്ലെക്സ് ക്യൂക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ആദ്യമേ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സോൾഡിങ് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ മൈക്രോ സോൾഡിങ്ങാണ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യാൻ എളുപ്പം. മൈക്രോ സോൾഡിങ് അതിൻ്റെ ബിറ്റ് വളരെ ചെറുതായതുകൊണ്ട് ഇങ്ങനെയുള്ള ബോർഡുകൾ അടുത്തടുത്തുള്ള പിന്നുകളൊക്കെ നമുക്ക് ഷോർട്ട് ആകാത്ത രീതിയിൽ ഇത് ഉപയോഗിച്ച് സോൾഡർ ചെയ്യാനൊക്കെ കഴിയും. ഈ ഒരു ടൈപ്പ് മൈക്രോ സോൾഡിങ് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലും വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മൈക്രോ സോൾഡിങ്ങാണ് ഞാനിവിടെ വാങ്ങിയപ്പോൾ 90 രൂപയായിരുന്നു ആയത്. ആമസോണിലും ഏകദേശം ആ റേറ്റിലുള്ളത് കിട്ടും. ഫ്ലിപ്കാർട്ടിൽ ഇതിന് വില കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കംപ്ലയിൻ്റ് ആയ USB പ്ലെയറിൽ നിന്നാണ് സ്വിച്ച് ഓർണം പഴയത് റിമൂവ് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു സ്വിച്ച് സൗണ്ട് ബാറിൻ്റെ ഈ ഒരു ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലുള്ള ചെറിയ പിന്നുള്ള ഓരോ ഐറ്റംസ് നമുക്ക് നോർമൽ സോൾഡറിങ്ങാണ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ബോർഡുകളിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള മൈക്രോ സോൾഡറിങ്ങാണ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും.
അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് അടർന്നു പോയ സ്വിച്ചിന് പകരം വേറെ സ്വിച്ച് വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് മൈക്രോ സോൾഡറിങ് ഞാൻ മേടിക്കണമെന്നില്ല. നോർമൽ സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിറ്റ് മാറിയിട്ട് ഇതുപോലുള്ള പോയിൻ്റ് ആയിട്ടുള്ള ബിറ്റ് മേടിച്ചിട്ടാൽ മതി. ബിറ്റ് സെപ്പറേറ്റ് മേടിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും, 100 സംതിങ് ഒക്കെയാണ് നല്ല ബിറ്റിനൊക്കെ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പം പിടിപ്പിച്ചേക്കുന്ന സ്വിച്ച് ഓക്കെ ആയെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പിടിപ്പിച്ചേക്കുന്ന ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾക്കും ചിലപ്പോൾ ഇതുള്ള ചെറിയ നിസ്സാരമായ കംപ്ലൈൻറ്റുകളൊക്കെ കാണുള്ളൂ. ചിലർക്ക് സ്വയമേ ചെയ്യാൻ അറിയാത്തതുകൊണ്ടും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടും അതുപോലെ ചില റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളിലേക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് കൊടുത്താലും ഇതിവിടെ ചെയ്യില്ല, സർവീസ് സെൻറ്ററിൽ മാത്രമാണ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുകയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് പലരും ഇതുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൽ പുതിയതായിട്ട് പിടിപ്പിച്ചിരുന്ന ഈ സ്വിച്ച് ഇത് ഇളകിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സപ്പോർട്ട് പോലെ പുറകു സൈഡിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഒട്ടിക്കുന്ന ആ ഒരു പശ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പിന്നീട് റിമൂവ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബോർഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. പിന്നെ ഇങ്ങനെയുള്ള സൗണ്ട് ബാറൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വയറൊക്കെ നമുക്ക് തോന്നിയ പോലെ പിടിപ്പിക്കരുത്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഓരോ ചാനൽ പോലെയുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ ഇടുക. അതല്ലെങ്കിൽ ബൂഫറിൻ്റെ ആ ഒരു കംപ്രഷൻ ലീക്കാവും, അതായത് എയർ ലീക്കാവും. അങ്ങനെ എയർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പഴയ പോലുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും ബാസ് ഒന്നും കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് മിക്കവർക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പുറമേയുള്ള കവറൊക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം സ്ക്രൂ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് അടർന്നു പോയിരുന്നു, അപ്പോൾ അതൊന്നും നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ പൊട്ടിയ പോർഷനും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒന്നുകൂടി ഈ ഒരു വൈബ്രേറ്റർ പ്ലേറ്റിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൻ്റെ ഡയഫ്രം മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ളതിലും മൂവ് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇതുപോലെ സൗണ്ട് ബാറൊക്കെ അടിച്ചിട്ട് നമ്മൾ റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് പിന്നീട് വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാസും അതുപോലെ സൗണ്ടിന് നല്ലൊരു ഔട്ട്പുട്ടൊക്കെ കിട്ടുള്ളൂ. ഇതിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ മുകളിൽ വരുന്ന ഒരു കവറും കൂടി ഇട്ടെടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയതാണ്. ഇനി അടുത്തായിട്ട് ഇത് വർക്ക് ചെയ്യിച്ചൊന്ന് ചെക്ക് ചെയ്ത് കൂടി ഒന്ന് കാണിക്കാം. Bluetooth mode. അങ്ങനെ ഞാനിപ്പോൾ ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അധികം നേരം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ്. യൂട്യൂബിൽ ഇടുന്ന ഈ ഒരു സെയിം വീഡിയോ തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നത്. അപ്പോൾ രണ്ടിലെയും കോപ്പിറൈറ്റ് സോങ്ങുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്കിത് ഫൈനലായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈകളിലും ഇതുള്ള സൗണ്ട് ബാർ, ബ്ലൂടൂത്ത് സ്പീക്കർ ഇതൊക്കെ കംപ്ലൈൻറ്റ് ആയതുണ്ടെങ്കിൽ ഇതൊക്കെ തനിയെ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ചാർജിങ് സോക്കറ്റ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറി പുതിയ ചാർജിങ് സോക്കറ്റൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുള്ള പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അതൊന്നൊക്കെ അഴിച്ച് നോക്കുക. പണിയൊക്കെ നമുക്ക് സ്വയമേ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അഴിച്ചെടുക്കുമ്പോഴും അതിനെ റീഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.